ഇന്ദ്രൻസും ധ്യാൻ ശ്രീനിവാസനും ദുർഗാകൃഷ്ണനും പ്രധാന വേഷങ്ങളിൽ വന്ന ഉടൽ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. രതീഷ് രഘുനന്ദനാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും വഞ്ചനയുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഉടൽ. പച്ചയായ മനുഷ്യാവസ്ഥകളാണ് സിനിമ കാണിക്കുന്നത്. ചലനമറ്റുപോയ ശരീരത്തിനുടമയാണെങ്കിലും ഭാര്യയെ അതിരറ്റ് സ്നേഹിക്കുന്ന കുട്ടിച്ചായൻ. മരുമകളായി വരുന്ന ഷൈനയുടെ വിഷമങ്ങളൊന്നും പക്ഷേ കുട്ടിച്ചായനെ ബാധിക്കാത്തതുപോലെ തോന്നി. വീട്ടിൽ അനുഭവപ്പെടുന്ന ദുർഗന്ധവും അയാൾ പ്രശ്നമാക്കുന്നില്ല. കിടപ്പ് രോഗിയുടെ വേസ്റ്റുകൾ ഇങ്ങനെ തുറസായ സ്ഥലത്ത് ഒഴുക്കിവിടുമോ എന്നൊരു സംശയം തോന്നി. ബാത്റൂമിലിരുന്ന ഭാര്യയുടെ അഴുക്കുതുണികൾ കഴുകുന്ന കുട്ടിച്ചായൻ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. സ്വന്തം ഉടലിൻ്റെ പരിമിതികളെ അവഗണിച്ച് അവസാനം മനക്കരുത്തോടെ പൊരുതി നിൽക്കുന്ന കുട്ടിച്ചായൻ ആ കഥാപാത്രത്തിൻ്റെ മറ്റൊരു വശമാണ് കാണിക്കുന്നത്. ഇന്ദ്രൻസ് ആ കഥാപാത്രത്തെ ഗംഭീരമായി തന്നെ ചെയ്തു. ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കേണ്ടി വരുന്നതിൻ്റെ അസഹിഷ്ണുതയും ഭർത്താവിൻ്റെ അഭാവം മൂലമുള്ള ഈർഷ്യയുമൊക്കെ കൊണ്ടു നടക്കുന്ന ഷൈനിയെ ദുർഗാകൃഷ്ണ അവിസ്മരണീയമാക്കി. പരപുരുഷ ബന്ധവും യാതൊരു ധർമ്മബോധവും കാത്തുസൂക്ഷിക്കാതെ ഷൈനിയുടെ കാമുകനായി ധ്യാൻ ശ്രീനിവാസനും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീടും പരിസരവും അവിടുത്തെ മനുഷ്യരുമെല്ലാം പ്രേക്ഷകരിലും അസ്വസ്ഥത ഉളവാക്കും. രാത്രിയിലെ അരണ്ടവട്ടത്തിലാണ് സിനിമയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. ആ വിഷ്വൽസും ബീജിയവും എല്ലാം ഉദ്യോഗം ജനിപ്പിക്കുന്നതാണ്. സെക്കൻഡ് ഹാഫിൽ വയലൻസ് സീനുകൾ ഇച്ചിരി നീണ്ടുപോയോ എന്ന് തോന്നി. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഉടൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.